വർഷങ്ങൾക്ക് മുൻപ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ സോളാർ കേസിൽ തെളിവുകൾ കെട്ടിച്ചമച്ചു എന്നതിന് ഇപ്പോൾ വ്യക്തമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. ഈ സംഭവം പുറത്തു വരുന്നതിനൊപ്പം ഇന്ന് പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുള്ള ലൈംഗിക ആരോപണ കേസിന്റെ കാര്യത്തിലും സമാനമായ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന സംശയം ശക്തമാവുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്ന CPM-ന്റെ പഴയ കളിയാണ് ഇവിടെയും ആവർത്തിക്കുന്നത് എന്നാണ് പ്രധാന ആരോപണം. ആദ്യം സോളാർ കേസിൽ ഇപ്പോൾ വന്ന വലിയ വെളിപ്പെടുത്തൽ എന്താണെന്ന് നോക്കാം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മോശക്കാരനാക്കാൻ സോളാർ കമ്മീഷന് മുൻപാകെ നൽകിയ കത്തിൽ 4 പേജുകൾ അധികമായി എഴുതി ചേർത്തെന്ന ആരോപണം ശരിയാണ് എന്ന് തെളിയിക്കുന്ന നിർണായക മൊഴിയാണ് കോടതിയിൽ വന്നിരിക്കുന്നത്. 2013-ൽ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ പ്രതി എഴുതിയ കത്തിൽ 21 പേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ജയിൽ സൂപ്രണ്ട് കോടതിയിൽ മൊഴി നൽകി. എന്നാൽ പിന്നീട് കമ്മീഷന് നൽകിയപ്പോൾ അത് 25 പേജായി മാറിയിരുന്നു. അധികമായി ചേർത്ത ആ 4 പേജുകളിൽ അന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. മന്ത്രി ഗണേഷ് കുമാറും പ്രതിയും ചേർന്ന് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഇത് എഴുതി ചേർത്തതാണെന്ന ആരോപണം ഈ മൊഴിയോടെ കോടതിയിൽ ബലപ്പെടുകയാണ്. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിലുള്ള വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്ന് ഉമ്മൻചാണ്ടി മൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി തെളിവുകൾ ഉണ്ടാക്കിയെന്ന ആരോപണത്തിന് ഈ കോടതി മൊഴി വലിയ തെളിവായി മാറിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ ജയിൽ സൂപ്രണ്ട് വിശ്വനാഥ കുറുപ്പാണ് കൊട്ടാരക്കര കോടതിയിൽ കേസിനാസ്പദമായ തെളിവുകൾ നൽകിയിരിക്കുന്നത്. പ്രതി എഴുതിയത് 21 പേജാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളും സൂപ്രണ്ട് കോടതിയിൽ ഹാജരാക്കി. 2013 ജൂലൈ 20-ന് പെരുമ്പാവൂർ DYSP പ്രതിയെ ജയിലിൽ എത്തിച്ചപ്പോൾ ദേഹപരിശോധനയിൽ 21 പേജുള്ള കത്ത് കണ്ടെത്തി. ഇത് അഭിഭാഷകന് നൽകാനായി പ്രതിയെ തന്നെ ഏൽപ്പിച്ചു. ജൂലൈ 24-ന് അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണന് സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ കത്ത് കൈമാറിയെന്നും ഇതിന്റെ കൈപ്പറ്റ് രസീത് കോടതിയിൽ നൽകിയെന്നും സൂപ്രണ്ട് മൊഴി നൽകി. പിന്നീട് സോളാർ കമ്മീഷന് മുൻപിൽ കത്തെത്തിയപ്പോൾ അത് 25 പേജുകൾ ഉള്ളതായി മാറുകയായിരുന്നു. അധികമായുള്ള 4 പേജ് മന്ത്രി ഗണേഷ് കുമാറും പ്രതിയും ഗൂഢാലോചന നടത്തി എഴുതി ചേർത്തതാണെന്ന് ആരോപിച്ച് അഭിഭാഷകൻ സുധീർ ജേക്കബ് കൊട്ടാരക്കര കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഹർജിയിലെ ആരോപണങ്ങൾ ബലപ്പെടുന്നതാണ് ജയിൽ സൂപ്രണ്ടിന്റെ നിർണായക മൊഴി. സോളാർ കേസിൽ നടന്ന ഈ ചതിയുടെ വെളിച്ചത്തിൽ വേണം MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ലൈംഗിക ആരോപണ കേസിനെ നമ്മൾ കാണാൻ. അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളക്കത്തുണ്ടാക്കിയതുപോലെ രാഹുലിനെതിരെയും കള്ളക്കേസുണ്ടാക്കി മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനുള്ള CPM-ന്റെ നീക്കമാണെന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. രാഹുലിനെതിരെ അടിസ്ഥാനരഹിതമായ കള്ളക്കേസുകൾ കെട്ടിച്ചമച്ച് അദ്ദേഹത്തെ രാഷ്ട്രീയമായി കരിവാരിത്തേക്കാനുള്ള ശ്രമമാണെന്ന ആരോപണവും തള്ളിക്കളയാനാവില്ല. CPM-ന്റെ തുടർച്ചയായ ഭരണത്തകർച്ച മനസ്സിലാക്കിയ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് രാഹുലിനെതിരെയുള്ള ആക്രമണമെന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. തെരഞ്ഞെടുപ്പ് എക്കാലത്തും സത്യം എല്ലാവർക്കും മൂടിവെക്കാനാവില്ല എന്നത് വീണ്ടും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. CPM-ന്റെ വില കുറഞ്ഞ തന്ത്രങ്ങളിൽ ഇനിയൊരു ഉമ്മൻചാണ്ടി കൂടി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന ഈ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും പിന്നിൽ സോളാർ കേസിൽ സംഭവിച്ചതുപോലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് വരും ദിവസങ്ങളിലെ നിയമപരമായ അന്വേഷണങ്ങൾ വെളിപ്പെടുത്തും. ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളം പ്രചരിപ്പിച്ചതിലെ സത്യം ഇന്ന് പുറത്തു വന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ കാര്യത്തിലും സത്യം വൈകാതെ പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്ന CPM-ന്റെ നിലവാരം കുറഞ്ഞ കളികൾ എത്ര കാലം തുടരുമെന്ന ചോദ്യം ഈ 2 കേസുകളും ഉയർത്തുന്നു.